ഗുഡ് ഈവനിംഗ് ഡേയ്സ്. ഗുഡ് ഈവനിംഗ് മെസ്സേജ് സിയാദ് ഇലിക്കൽ ലവ്സ് വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. നിഫ്റ്റി 26,100 എന്ന് പറഞ്ഞ റേഞ്ച് ഹോൾഡ് ചെയ്ത് നിർത്താൻ ഇന്ന് നിഫ്റ്റിക്ക് പറ്റി. നെഗറ്റീവായിരുന്നു ഇന്നലത്തെ പോലെ തന്നെ ഇന്നും HDFC ബാങ്ക് ഒക്കെ ഫോളോ ചെയ്തു. ഇന്ന് പ്രധാനമായിട്ടും സിപ്ല 4%, മാരുതി സുസുക്കി, മാക്സ് ഹെൽത്ത് കെയർ, പവർ ഗ്രിഡ്, HDFC ബാങ്കാണ് ഫോളോ ആയ സ്റ്റോക്ക്. ഇതിൽ സിപ്ല 4% മുകളിൽ ഫോൾ രേഖപ്പെടുത്തി. ടൈറ്റാൻ, HCL ടെക്, വിപ്രോ, ജിയോ ഫിനാൻസ്, ഇൻഫോസിസ് പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ IT കമ്പനീസ് എല്ലാം തന്നെ മുന്നേറി. ടൈറ്റാൻ്റെ ഒരു പ്രീ മാർക്കറ്റ് ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അവരുടെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നപ്പോൾ മികച്ച രീതിയിലുള്ള ഒരു ബിസിനസ് കൈവരിച്ചു. ടൈറ്റാൻ ഇന്ന് 3.9% ഒരു റാലി രേഖപ്പെടുത്തി. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $45 ഇടിഞ്ഞ് $4,449 ഗോൾഡ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. സിൽവർ $2.5 ഇടിഞ്ഞിട്ടുണ്ട് 78. ബിറ്റ് കോയിൻ 1800 പോയിന്റ് ഇടിഞ്ഞു. ബ്രന്റ് ഓയിൽ 60. തൊട്ട് താഴെ ഗിഫ്റ്റ് നിഫ്റ്റി. അതിന് തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്. പിന്നെ S&P X200 ഓസ്ട്രേലിയയാണ്. ഷാങ്ഹായ് ചൈന, കോസ്ബി കൊറിയ, നിക്കി ജപ്പാൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 500 പോയിന്റ് ഇടിഞ്ഞു. ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്ന ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് 153 പോയിന്റ് അഥവാ 0.62% റാലിയിലാണ്. എന്നാൽ തൊട്ട് താഴെയുള്ള ഫ്രാൻസും UK നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റാണ്. പ്രത്യേകിച്ച് ഗ്ലോബൽ മാർക്കറ്റ് എസ്പെഷ്യലി US മാർക്കറ്റൊക്കെ ഈ ഒരു വർഷം 1500 പോയിന്റിലേറെ റാലി രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയാണ്. ഇന്ത്യൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈ തന്നെയാണ്. ഇനി ഫർദറായിട്ട് മുന്നോട്ട് പോകാനായിട്ട് FISൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ കുറവാണ്. ഈ ഒരു വർഷം എടുക്കുകയാണെങ്കിൽ 2 ദിവസം ഒരു ദിവസം അവർ ബൈ ചെയ്തു, ബാക്കിയുള്ള എല്ലാ ദിവസവും അവർ സെല്ലിംഗ് ആണ്. സെല്ലിംഗ് ആണെങ്കിൽ കൂടിയും FISൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു സീവിയർ സെല്ലിംഗ് ഒന്നും ഇല്ല. ഒരു 500 കോടിയിൽ താഴെയാണ് അവരുടെ സെല്ലിംഗ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ നിഫ്റ്റി 26,100 എന്ന് പറയുന്ന റേഞ്ച് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ നമുക്ക് പറ്റുന്നത്. ഇനി നമുക്ക് നമ്മുടെ കൊച്ചി ഓഫീസിൽ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാനായിട്ട് സാധിക്കും. ഓഫ്ലൈനായിട്ട് പഠിക്കാം. ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് പഠിക്കാം. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ഹഡ്കോ ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റായിട്ട് ഒരു പുതിയ പ്രൊജക്റ്റ് അവർ സൈൻ ചെയ്തു. ഹഡ്കോ ഒന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. മിഡ് വെസ്റ്റ് കമ്പനി ഒരു പുതിയ സബ്സിഡിയറി ഇവർ സിയറയിൽ ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ഇൻഫി അവരുടെ AI ബിസിനസ് എൻഹാൻസ് ചെയ്യാനായിട്ട് ഇവർ കൊഗ്നീഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് കൊളാബ് ചെയ്തു. ഇൻഫോസിസിന് 1.6% റാലി ഉണ്ടായിരുന്നു. താജ് ഹോട്ടൽ അവർ ഇവരുടെ കസ്റ്റമർ ഗസ്റ്റ് എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യാനായിട്ട് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് കമ്പനി പറഞ്ഞു. ഇന്ന് സ്റ്റോക്ക് 1.6% റാലി ഉണ്ടായിരുന്നു. ശ്രീ ലോട്ടസ് ഡെവലപ്പേഴ്സ് കമ്പനി ഇവർ അഭിഷേക് ബച്ചൻ ആയിട്ട് ഇവർ അംബാസഡറായിട്ട് നിയമിതനായി. ഒരുപാട് പ്രൊജക്റ്റുകൾ ഇവർ ഗുജറാത്തിൽ ചെയ്യാനായിട്ട് ധാരണയായി. ഈ സ്റ്റോക്ക് ഇന്ന് 5% റാലി രേഖപ്പെടുത്തി. RV എൻകോൺ കമ്പനി ഇവർക്ക് 108 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് ഇന്ന് 6% റാലി ഉണ്ടായിരുന്നു. PPAP ഓട്ടോമോട്ടീവ് കമ്പനി ഇവരുടെ 50% ജോയിൻറ്റ് വെഞ്ചർ ഒരു കൊഗോയോ എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ധാരണയായിട്ടുണ്ട്. സ്റ്റോക്ക് ഇന്ന് 11% റാലി രേഖപ്പെടുത്തി. നിവാബൂപ്പ കമ്പനി പ്രീമിയം എല്ലാം തന്നെ സ്പൈക്ക് ചെയ്തു. ഇവരുടെ പ്രീമിയം റവന്യൂ സ്റ്റോക്ക് ഇന്ന് 2% റാലി ഉണ്ടായിരുന്നു. ന്യൂ ഇന്ത്യ അഷുറൻസും അതുപോലെ തന്നെ 17% ഇയർ ഓൺ ഇയർ ഇവരുടെ പ്രീമിയം ഉയർന്നു. ദേവ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്പനി ഇന്ന് 2.5% റാലി ഉണ്ടായ കമ്പനിയാണ്. ഇവർക്ക് 96 ലക്ഷം രൂപയുടെ ഒരു ഓർഡർ കിട്ടിയ ന്യൂസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. കൂടാതെ തന്നെ ഇവർ നോർത്ത് അമേരിക്കയിൽ ഇവരുടെ ബിസിനസ് എൻഹാൻസ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനമെടുത്തിട്ടുണ്ട്. യുണൈറ്റഡ് ബെവറേജസ് കമ്പനി ഇവർ പുതിയ ബിയർ കിങ്ഫിഷർ ബിയർ ഇവർ ലോഞ്ച് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. NNDFC കമ്പനി ഇന്ന് 2.7% റാലി ഉണ്ടായിരുന്നു. ഇവരുടെ ഡലയൻ അയൺ ഓറെ ഫ്യൂച്ചർ 4% റാലി രേഖപ്പെടുത്തി. ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസർ കമ്പനി 1.5% റാലി ഉണ്ടായിരുന്നു. ഇവർ വടവര പ്ലാന്റിൽ ഇവരുടെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു എന്നുള്ളതാണ് ന്യൂസ്. തെർമാക്സ് കമ്പനി ഇവർ 100 കോടി രൂപ ഹൈഡ്രജൻ ബിസിനസ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ഇൻഡിഗോ പുതിയ ഫ്ലൈറ്റ് ബൈ ചെയ്യാണ്. A321 എന്ന് പറയുന്ന പുതിയ ഫ്ലൈറ്റ് ഇവർ ബൈ ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകൾ ഇതാണ്. നമുക്ക് നാളെ രാവിലെ പ്രീ മാർക്കറ്റ് സെക്ഷനിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം, ശുഭരാത്രി. താങ്ക് യു.